നമസ്കാരം. പബ്ലിക് കേരളയുടെ ന്യൂസ് ഹബ്ബിലേക്ക് ഏവർക്കും സ്വാഗതം. ന്യൂസ് ഹബ്ബ് ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വീഴ്ച സംഭവിച്ചത് എവിടെയാണ്. വ്യക്തമാക്കി പറഞ്ഞാൽ ഇന്ന് മോദി വിരുദ്ധത പൊതുവെ വലിയ രീതിയിൽ അലയടിച്ചുയരുമ്പോൾ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ, അതായത് നരേന്ദ്രമോദിയുടെ BJP-ക്കകത്ത് നിന്ന് തന്നെ മോദിക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ കടന്നു വരുന്നുണ്ട്. ഇത് എന്തൊക്കെയാണ് മോദിക്ക് തിരിച്ചടി നൽകിയത്? ഇതിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അതിലെടുത്തു പറയേണ്ടത്, സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിയിൽ നിന്ന് പൊതുജനം ഒരു വീഴ്ചയായി കാണുന്നത്, ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത് വാഗ്ദാന ലംഘനം തന്നെയാണ്. അതായത് പൊതുജനങ്ങൾക്ക് ഒരു വാഗ്ദാനം നൽകി ആ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാത്ത ഒരവസ്ഥ നേരിട്ടപ്പോൾ പൊതുജനം എടുത്തു പറഞ്ഞു നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു മൈനസ് പോയിന്റ് ആയി കാണുന്നത് വാഗ്ദാന ലംഘനം തന്നെയാണ്. അപ്പൊ വാഗ്ദാന ലംഘനത്തിൽ നോട്ട് നിരോധനം, സാധാരണക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വരുമെന്ന് പറഞ്ഞ പണങ്ങൾ, കള്ളപ്പണം കൊണ്ടുവരുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ ഉണ്ടെങ്കിലും അതിനപ്പുറം രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് നയിക്കുന്ന കാശ്മീർ പ്രശ്നത്തിൽ ഒരു വലിയ പരിഹാരം കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇതൊന്നും നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ കാശ്മീരിലെ അവസ്ഥ 1990-കൾക്ക് സമമാണ്. അത് എടുത്തു പറയേണ്ടതാണ്. സർജിക്കൽ സ്ട്രൈക്ക് അത് വലിയ പരാജയം ഏറ്റുവാങ്ങി. അപ്പോൾ വിഷയം എന്ന് പറയുന്നത് കാശ്മീർ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടില്ല, അത് പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അധികാരത്തിൽ വന്നത്. സർജിക്കൽ സ്ട്രൈക്കിലൂടെ ഒരു നേട്ടവും ഉണ്ടാക്കാൻ ഇന്ത്യയുടെ സൈന്യത്തിന് സാധിച്ചിട്ടില്ല. അടുത്ത വിഷയം, കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ല. കർഷകർക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി, ആ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കാതെ നിൽക്കുകയും കർഷകരെ BJP-ക്കെതിരെ, NDA-ക്കെതിരെ തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തീർത്തു. കർഷകർക്കുള്ള ആനുകൂല്യങ്ങൾ പോലും നൽകാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നില്ല. അതിന്റെ തിരിച്ചടികൾ നമ്മൾ ഒരുപാട് കണ്ടതാണ്. മഹാരാഷ്ട്രയിലെയും മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും ഒക്കെ കർഷക സമരങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ്. അടുത്തത്, നരേന്ദ്രമോദിയുടെ ചില വാഗ്ദാനങ്ങളും അതുപോലെ തന്നെ ചില നയങ്ങളൊക്കെ NDA-യിലെ ഐക്യങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി കാരണമായി. അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, NDA-യിൽ ഐക്യമില്ലാതാക്കാനുള്ള കാരണം മോദിയുടെ ചില തീരുമാനങ്ങളാണ്. അപ്പോൾ ആ തീരുമാനങ്ങളാണ് NDA-യുടെ ഐക്യങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി പറ്റിയത്. അതുകൊണ്ട് തന്നെ മോദിയുടെ ഏറ്റവും വലിയ വീഴ്ച സംഭവിച്ചപ്പോൾ അത് NDA-യുടെ ഐക്യമില്ലാതെയാക്കി മാറ്റുകയും ചെയ്തു. അത് മൂന്നാമത്തെ നരേന്ദ്രമോദിയുടെ മൈനസ് പോയിന്റ് ആണ്. നാലാമത്തെ വിഷയം എന്ന് പറയുന്നത്, യുവാക്കൾക്ക് പ്രാധാന്യം നൽകാൻ മോദിയോ അല്ലെങ്കിൽ NDA-യോ മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ്. അതായത് യുവാക്കൾക്ക് യാതൊരു തരത്തിലുള്ള പ്രാധാന്യം നൽകുന്നില്ല, യുവാക്കൾക്ക് മന്ത്രിസഭയിൽ ഒരു അംഗീകാരം നൽകുന്നില്ല, അല്ലെങ്കിൽ ഒരു മന്ത്രി പദവി നൽകുന്നില്ല എന്ന രീതിയിലേക്ക് മുന്നോട്ട് വന്നപ്പോൾ യുവാക്കളെ അടിച്ചമർത്തി. അത് മറ്റൊരു കാര്യമുണ്ടായി, അതിൽ രാഹുൽ ഗാന്ധി നേട്ടമുണ്ടായി. അതാണ് മോദിയുടെ നാലാമത്തെ വീഴ്ചയായി ഞങ്ങൾ കാണുന്നുള്ളത്. ഇതാണ് ഞങ്ങൾ അഞ്ചാമത്തെ വീഴ്ചയായി കാണുന്നത്. പ്രസംഗങ്ങളിലെ ചില പോരായ്മകൾ മോദിക്ക് തിരിച്ചടി നൽകി. അതിലെടുത്തു പറയേണ്ടതാണ്, നെഹ്റുവിന്റെ പാരമ്പര്യത്തെക്കുറിച്ച്, നെഹ്റുവിന്റെ കുടുംബത്തെക്കുറിച്ച് അപമാനിക്കുന്ന രീതിയിൽ പ്രസംഗിക്കൽ. ഇത് കോൺഗ്രസിനിടയിൽ വലിയ വിവാദം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പൊതുജനങ്ങൾക്കിടയിൽ നെഹ്റുവിനെ പോലെയുള്ള ഒരാളെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ പ്രസംഗിച്ചപ്പോൾ അത് മോദിക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടിയായി മാറി. ആറാമത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്, ഉപദേശക സംഘങ്ങളിൽ വന്ന പോരായ്മകൾ. അതായത് മോദിയുടെ ഉപദേശകർക്ക് വലിയ പോരായ്മകൾ സംഭവിക്കുമ്പോൾ അത് മോദിയിലൂടെ പുറത്തു വരുന്നു എന്നുള്ള മറ്റൊരു കാര്യം. ഉപദേശക സംഘത്തിൽ ഏറ്റവും വലിയ വീഴ്ച മോദിക്ക് സംഭവിച്ചു എന്നുള്ളതാണ്. ഈ 6 പോരായ്മകളാണ് ന്യൂസ് ഹബ്ബ്, പബ്ലിക് കേരളയുടെ ന്യൂസ് ഹബ്ബ് മോദിയുടെ വീഴ്ചയിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം BJP സർക്കാരിന്റെ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ മുസ്ലിം വിരുദ്ധത വരുന്നുണ്ട്, ന്യൂനപക്ഷ വിരുദ്ധതയൊക്കെ വരുന്നുണ്ടെങ്കിലും ഇതിൽ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 6 കാര്യങ്ങളെയാണ് പബ്ലിക് കേരള ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതേ 6 കാര്യങ്ങൾ തന്നെയാണ്, മോദിയുടെ വീഴ്ചയായിട്ടുള്ള 6 കാര്യങ്ങൾ തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് നേട്ടമുണ്ടാക്കാൻ സാധിച്ചു എന്നുള്ള ഒരു വലിയ സത്യവും കൂടി ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് മോദിയുടെ വീഴ്ചയായിരുന്നു രാഹുലിന്റെ നേട്ടം. മോദിയുടെ തകർച്ചയിൽ നിന്നാണ് രാഹുലിന്റെ ഉയർന്നുവരവ് ഉണ്ടായതെന്നുള്ള ഒരു വലിയ സത്യം ന്യൂസ് ഹബ്ബ് ഇവിടെ തുറന്നു കാണിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.